ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കായിട്ട് കാണിക്കുന്നത് ക്യാബേജ് വെച്ചിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവർക്കും എന്താണ് വിശേഷം? സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും മഴയുണ്ടോ? ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാ നമ്മൾ ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എന്തൊക്കെ ചേർക്കാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് 2 മുട്ട വേണം. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി അര ടീസ്പൂൺ, മുളക് പൊടി അര ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ മല്ലിപ്പൊടി വേണം അര ടീസ്പൂൺ. ഇനി ഗരം മസാല വേണം അര ടീസ്പൂൺ. അതുപോലെ പൊടിയായിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് 3-4 സ്പൂൺ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി 2 സ്പൂണ്, കോൺഫ്ലോർ 2 സ്പൂണ്, കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ക്യാബേജ് മാറ്റാം. എന്നിട്ട് അതിലേക്ക് മസാലകളൊക്കെ ഇതൊക്കെ ചേർക്കാം കേട്ടോ. ഇതൊക്കെ അതിൻ്റെ പൊടികൾ ചേർക്കാം. ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്, അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവ് ചേർക്കാം കേട്ടോ, ഗോതമ്പ് പൊടിക്ക് പകരം. എല്ലാം ചേർത്തിട്ടുണ്ട്. 3 പൊടികളും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എന്നിവ ചേർക്കാം. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് 2 മുട്ട, കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോഴിമുട്ട വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഞാനിവിടെ കോഴിമുട്ടയാണ് ചേർത്ത് ഇതാക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി വിഭവം കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കളറിന് വേണ്ടി കുറച്ച് ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നോക്കിയാൽ കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ എണ്ണ ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഈ കൂട്ടിൽ നിന്ന് കുറേശ്ശെ കയ്യിലിട്ട് കോരി, കൈ കൊണ്ട് കോരി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ മറിച്ചിടരുത് കേട്ടോ. ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറിച്ചിടാൻ പോകും, അല്ലെങ്കിൽ പൊട്ടി പോകും കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറിച്ചിടാം. ഉള്ളു വേവണം, അപ്പോൾ കുറച്ചിട്ടിട്ട് വേവിക്കണം കേട്ടോ. കൂട്ടിയിട്ട് വേവിച്ചാൽ കരിഞ്ഞു, പുറമൊക്കെ കരിഞ്ഞു, ഉള്ളു വേവില്ല. അപ്പോൾ ഉള്ളു വേണമെങ്കിൽ പൊടികളൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വേവണം. അപ്പോൾ കുറച്ചിട്ട് പൊരിക്കുക. തിരിച്ച് മറിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ വറന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി കോരി മാറ്റുന്നുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും നമ്മൾ അങ്ങനെ വറുത്ത് കോരുന്നുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ ക്യാബേജ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു റെസിപ്പി കേട്ടോ. ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും സബ് ചെയ്യണേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.